കുടിവെള്ളം മലിനമാക്കുന്നതിനെതിരെ കണ്ണൂർ കരിയാട് തണൽ അഭയ ഡയാലിസിസ് കേന്ദ്രത്തിനെതിരെ സമരം കടുപ്പിച്ച് നാട്ടുകാർ. ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ശക്തമാക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത്. ഈ മാസം 20 മുതൽ ഡയാലിസിസ് സെന്റർ അടച്ചുപൂട്ടും വരെ അനിശ്ചിതകാല ഉപരോധ സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. കരിയാട് തണൽ അഭയ ഡയാലിസിസ് സെന്ററിനെതിരെ നാട്ടുകാർ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ്. ഡയാലിസിസ് സെന്ററിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന മലിനജലം പ്രദേശത്തെ കിണറുകളിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ നാട്ടുകാർ പരാതി നൽകി. ജനങ്ങളുടെ ജീവിതം തന്നെ ദുരിതപൂർണമായിട്ടും ശക്തമായ ഒരു നടപടിയും എടുക്കാൻ അധികാരികൾ തയ്യാറായില്ല. ഇതോടെയാണ് പ്രതിഷേധം ശക്തമാക്കാൻ നാട്ടുകാർ ഒന്നടങ്കം തീരുമാനിച്ചത്. 28-ാം വാർഡിൽ ജയിച്ച വിനി 3 വർഷമായി ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ 2003 പിന്നെ വെള്ളം, വേസ്റ്റ് വെള്ളം, പിന്നെ ഡയാലിസിസിലെ വേസ്റ്റ് വെള്ളം ഇവിടെ 21 ഒഴിച്ച് 6 മാസക്കാലത്തോളം ഇവിടെ ഒഴിച്ച്. അപ്പോൾ കാടാണ് ആ സ്ഥലം. കരട് കുഴിച്ചിന് വരെ വെള്ളം എടുത്തിന് കെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. 6 മാസക്കാലം അവിടെ ഒഴിച്ചിട്ട് ഈ നമ്മളെ മെമ്പറോ പിന്നെ അതിൻ്റെ ഭാരവാഹികളോ വന്ന് അന്വേഷിച്ചില്ല. അടിക്കടി ഇലക്ട്രീഷ്യൻ വരും, നോക്കും, പോവും. അപ്പോൾ അങ്ങനെ പോയി ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ പറഞ്ഞ് ആ പ്രദേശം മുഴുവൻ കരിഞ്ഞു പോയി, വെള്ളത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് കരിഞ്ഞു പോയി. അപ്പോൾ എല്ലാം കൂടി വന്ന് നോക്കിയിട്ടും എന്തും മിനി വാർഡ് മെമ്പർ ആളെ എത്തിയിട്ടേ ഇല്ല. ആ സമയത്ത് അവർ ശ്രദ്ധിച്ച് നോക്കിയതാണെങ്കിൽ ഈ ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക, അതിന് വേണ്ടി ഒരു സംവിധാനമുള്ള ടാങ്കിയെല്ലാം റെഡിയാക്കിയാൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല. ഇത് കക്കൂസ് വയ്ക്കും പോലെ കുഴിച്ച് വീട്ടിലേക്ക് കക്കൂസ് വന്നിട്ടാണ് വെള്ളം, വേസ്റ്റ് വെള്ളം അതിൽ താഴ്ത്തിയത്. ഡയാലിസിസ് സെന്ററിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന മാലിന്യം കിണറുകളിൽ എത്തിയതോടെ വെള്ളമുണ്ടെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കിണറുകൾ മലിനമായതോടെ ആളുകൾ ഇവിടെ നിന്ന് താമസം തന്നെ മാറ്റി. ദുരിതം വർദ്ധിച്ച സാഹചര്യത്തിൽ ഡയാലിസിസ് സെന്റർ അടച്ചുപൂട്ടും വരെ അനിശ്ചിതകാല ഉപരോധ സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, കണ്ണൂർ.